അതിർത്തി കടന്ന് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇവർക്ക് സംരക്ഷണവും വേണ്ട സഹായങ്ങളും ചെയ്തു നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. ഇത്തരത്തിൽ നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശികൾക്ക് വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ നൽകുകയും അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ വോട്ട് ബാങ്ക് പ്രീണനവുമായി ജനങ്ങൾക്ക് മുൻപിലേക്ക് കടക്കാം എന്ന വ്യാമോഹമാണിപ്പോൾ അസം മുഖ്യമന്ത്രി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഗൗരവ് ഗൊഗോയ് ആകട്ടെ പുതിയ ആസാമികൾ എന്ന് നുഴഞ്ഞുകയറ്റക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്ക് നുഴഞ്ഞുകയറ്റക്കാരോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ അവർ എല്ലാവരും കൂടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു രൂക്ഷ വിമർശനമായി അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ ഒരിക്കലും അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല. ആ അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാറുമുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒരു പുതിയ ഐഡന്റിറ്റി നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പാർട്ടിക്ക് നുഴഞ്ഞുകയറ്റക്കാരോട് ഇത്രയധികം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് അയക്കേണ്ടത് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതായത് അവിടേക്ക് അയക്കാത്തത് എന്താണ് എന്നും അദ്ദേഹം ഇവിടെ ചോദിക്കുന്നു. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഗൗരവ് ഗൊഗോയ് അടുത്തിടെ നുഴഞ്ഞുകയറ്റക്കാരെ നാം ആസാമികൾ, അതായത് പുതിയ ആസാമികൾ എന്ന് വിളിക്കുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തൻ്റെ വീട്ടിൽ ഒരു സ്ഥാനം നൽകണം, കാരണം നമ്മുടെ വീട്ടിൽ അവർക്ക് സ്ഥാനമില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ യഥാർത്ഥ ആസാമികൾക്ക് മതിയായ വിഭവങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഇല്ല. പുതിയ ആസാമികളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നും ഈ പരിപാടിയുടെ ഭാഗമായി അതായത് ഹിമന്ത് വിശ്വ ശർമ്മ ചോദ്യം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ തന്നെ ഗൊഗോയ്ക്ക് അവരെക്കുറിച്ച് ഇത്രയധികം ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ ഈ ആളുകളെ എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് അയക്കണമായിരുന്നു എന്നതാണ് ഹിമന്ത് വിശ്വ ശർമ്മ പറയുന്നത്. സർക്കാർ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി തന്നെ കുടിയൊഴിപ്പിക്കൽ നീക്കം തുടരുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഏകദേശം 10,000-ലും മീതെയാണിപ്പോൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ആസാമിൽ കുടിയേറി പാർത്തിരിക്കുന്നത്. ഇവരെ എല്ലാം തന്നെ ഓരോന്നായി ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതിനിടയിലായിരുന്നു ഗൗരവ് ഗൊഗോയ് അടക്കം ഇത്തരമൊരു പരാമർശം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നും തുടർന്നും കുടിയൊഴിപ്പിക്കൽ നടപടി തുടരുമെന്നും ഹിമന്ത് വിശ്വ ശർമ്മ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നവർക്ക് വോട്ടവകാശവുമായി മുറവിളി കൂട്ടുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ പണ്ട് ജവഹർലാൽ നെഹ്റു പിന്തുടർന്നു വന്ന അല്ലെങ്കിൽ തുടങ്ങിവെച്ച വോട്ട് ബാങ്ക് പ്രീണനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞു. ഇന്നും രാഹുൽ ഗാന്ധി ആകട്ടെ ഇന്ത്യക്കാരനോ അതോ ബ്രിട്ടീഷ് പൗരനാണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. എന്നിട്ടും നുഴഞ്ഞു കയറുന്നവർക്ക് ഒത്താശ ചെയ്യുവാൻ വേണ്ടി വോട്ട് ബാങ്ക് പ്രീണനവുമായിട്ടാണ് കറങ്ങി നടക്കുന്നത്. ഇന്ത്യ വിരുദ്ധത പാടുന്ന രാഹുൽ ഇപ്പോഴും ഭരണഘടന കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിരുത്തി വായിക്കാൻ പോലുമുള്ള ക്ഷമ അദ്ദേഹത്തിനില്ല. ഇപ്പോൾ രാഹുൽ കാണിക്കുന്നത് വെറും പ്രഹസനമാണ് എന്നും അമിത്ഷാ രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ നല്ല ചുട്ട മറുപടി നൽകുകയാണ് ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.